യേശുവിൻ്റെ ഒരു ശിഷ്യന്റെ മൂന്നാമത്തെ സ്വഭാവമാണ് ഈ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. യേശുവിൻ്റെ ഒരു യഥാർത്ഥ ശിഷ്യൻ യേശുവിൻ്റെ പിന്നാലെ പോകുമ്പോൾ അവൻ തനിക്ക് ക്രിസ്തു നൽകിയ സ്വന്തം ക്രൂശെടുത്ത് അനുഗമിക്കാൻ തുടങ്ങും. തോളിലൊരു മരം കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന കുരിശ് വെച്ച് അനുഗമിക്കുന്ന കാര്യമല്ല പറയുന്നത്. പല ആളുകളും അങ്ങനെയാണ് ധരിച്ചു വച്ചിരിക്കുന്നത്. മരം കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന കുരിശ് ചുമക്കാനല്ല കർത്താവ് പറയുന്നത്. കർത്താവ് നമ്മുടെ എല്ലാം കുരിശ് ചുമന്ന് കഴിഞ്ഞു. എൻ്റെയും നിങ്ങളുടെയൊക്കെ കുരിശ് അതല്ല കർത്താവ് കാൽവരി കുരിശ് ചുമന്ന് അത് പൂർത്തീകരിച്ചു. ഇനിയൊരു മരം കൊണ്ടുണ്ടാക്കിയ കുരിശൊന്നും ആരും ചുമക്കണ്ട, അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ നമുക്കൊരു കുരിശുണ്ട്. യേശുവിൻ്റെ പിന്നാലെ അനുഗമിക്കുമ്പോൾ യേശുവിനു വേണ്ടി ആ ക്രൂശ് ചുമക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യേശുവിൻ്റെ പിന്നാലെ ആ കാൽച്ചുവടുകൾ ചവിട്ടിച്ച് ആ കുരുവിൻ്റെ പിന്നാലെ ശിഷ്യന്മാരായിരിക്കുന്ന നമ്മൾ നടക്കുമ്പോൾ ആ യേശു നിമിത്തം ഉണ്ടാകുന്ന, സുവിശേഷ നിമിത്തം ഉണ്ടാകുന്ന എല്ലാ കഷ്ടങ്ങളും ഒരു പിറുപിറുപ്പുമില്ലാതെ സന്തോഷത്തോടെ ഏറ്റെടുക്കുവാനും സഹിക്കുവാനും കഴിയുന്നവനാണ് യേശുവിൻ്റെ ശിഷ്യൻ. യേശു പറഞ്ഞത് എന്താണ്? ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. ലോകത്തിൽ നിങ്ങൾക്ക് ഇടയ്ക്കൊക്കെ കഷ്ടമുണ്ടാകും എന്നല്ല പറഞ്ഞത്. അല്ലെങ്കിൽ ഇത്തിരി അഡ്ജസ്റ്റ് ചെയ്യാം എന്നല്ല കർത്താവ് പറഞ്ഞത്. ലോകത്തിൽ എൻ്റെ ശിഷ്യന്മാരെ, എന്നെ യഥാർത്ഥമായി അനുഗമിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. ഇന്ന് അങ്ങനെയുള്ള സുവിശേഷമൊക്കെ നമ്മുടെ കൂട്ടായ്മകളിൽ നിന്നും മാറിപ്പോവുകയാണ്. യേശുവിലേക്ക് വന്നു കഴിഞ്ഞാൽ, രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ, സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ വച്ചടി കയറ്റമാണ്, അനുഗ്രഹമാണ്. ഭൗതിക നന്മകൾ കൊണ്ട് ദൈവം നിന്നെ നിറയ്ക്കും, നിന്നെ കഷ്ടപ്പാട് മാറ്റും, നിനക്ക് ഒരു കുറവുമില്ല. ഇങ്ങനെ പഠിപ്പിക്കുന്ന, ചിന്തിക്കുന്ന ഒരു പ്രോസ്പെരിറ്റി തിയോളജി ഇന്ന് ആത്മിക ഗോളത്തിൽ ശക്തമായി വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ദൈവം ആത്മിക ഭൗതിക അഭിവൃദ്ധിയൊക്കെ തരും. പക്ഷേ അതുള്ളപ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കണം, ഒരു ക്രൂശ് നമുക്കുണ്ട്. എപ്പോൾ വേണമെങ്കിലും കാര്യങ്ങളൊക്കെ തിരിഞ്ഞു മറിഞ്ഞു വരാൻ സാധ്യതയുണ്ട്. യാതൊരു കുഴപ്പമില്ല, എല്ലാം ഭംഗിയായി പോകുന്ന ഒരു അവസ്ഥയിലാകുമ്പോൾ തന്നെ പ്രതികൂലങ്ങൾ ആഞ്ഞടിക്കാം, കൊടുങ്കാറ്റുകൾ ഉണ്ടാകാം, പ്രതിബന്ധങ്ങൾ ഉണ്ടാകാം. അവിടെ നാം പുറകോട്ട് പോകരുത്, പതറിപ്പോകരുത്, തളർന്നു പോകരുത്. മറിച്ച് യേശുവിൻ്റെ പിന്നാലെ പോകുന്ന എനിക്ക് ഇപ്രകാരമുള്ള ക്രൂസ് ഉണ്ട്. ആ ക്രൂസ്, ആ കഷ്ടത, ആ പ്രതിബന്ധങ്ങൾ, ചിലപ്പോൾ മരണം വരെ സംഭവിക്കേണ്ടി വരും. എന്നാൽ പോലും ഞാൻ യേശുവിൻ്റെ പിന്നാലെ അവൻ്റെ യഥാർത്ഥ ശിഷ്യനായി എനിക്ക് ദൈവം നൽകിയിരിക്കുന്ന ക്രൂസ് എടുത്തുകൊണ്ട് നാൾ തോറും കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ അനുഗമിക്കണം. അങ്ങനെ അനുഗമിക്കുന്നവരാണ് സ്വന്തം ക്രൂസ് എടുത്ത് കർത്താവിന് വേണ്ടി ഏത് കഷ്ടതയും സഹിക്കാൻ തയ്യാറായിക്കൊണ്ട് നാൾ തോറും യേശുവിനെ അനുഗമിക്കുന്നവനാണ് ക്രിസ്തുവിൻ്റെ ശിഷ്യൻ. ഇതാണ് ക്രിസ്തുവിൻ്റെ സ്വഭാവം.